കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. അതായത് ബിജു കൊല്ലം. അയാളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. നമുക്ക് എംപവറിങ്ങോ കിട്ടിയോ ശാക്തീകരിക്കപ്പെട്ടോ എന്നറിയണമെങ്കിൽ ചില ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എടുക്കുന്ന നിലപാടിലാണത് വരുന്നത്. അത് നിലപാടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം കുംഭവരട്ടി എന്നും പറഞ്ഞ് നമുക്ക് ഒരു എക്കോ ടൂറിസം സെൻ്ററുണ്ട്. തമിഴ്നാട്ടിലാണ്, നമ്മുടേതാണ്. അവിടെ ജോലി ചെയ്യുന്ന ആളാണ് ബിജു, ഫോറസ്റ്റ് ഓഫീസറാണ്. ബിജുവിൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു അപകടം വന്നു. ആനത്താരയിലൂടെ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആനക്കിടങ്ങുകൾ ഉണ്ടാക്കിയിടും. ആനകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ ട്രെഞ്ചുകൾ ഉണ്ടാക്കിയിടും. പക്ഷെ മനുഷ്യന് അതിലൂടെ പോകാൻ വേണ്ടി പാഴത്തടികൾ കൊണ്ട് പാലം ഉണ്ടാക്കും. അപ്പോൾ ബിജു ഈ ട്രെഞ്ചിൻ്റെ മുകളിൽ കൂടി പാഴത്തടി പാലത്തെ കൂടി പോവുകയും പെട്ടെന്ന് അത് ഒടിഞ്ഞു പോയിട്ട് അയാൾ തലയിടിച്ച് താഴെ വീണ് അയാളുടെ കേൾവി പോയി. 1.5 ഡെസിബൽ കേൾവി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി പറ്റത്തില്ല, ഇനി ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ്. ഓപ്പറേഷൻ കിട്ടിയാലും ഇത് കേൾവി കിട്ടുമെന്ന് അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ ബിജു പറയും, ആലപ്പുഴ ഒരു ഡോക്ടറുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണമെന്ന്. അതാണ് വിഷയം, അതാണ് നിലപാടെന്ന് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിക്കണത്? കൃപാസന മാതാവിനെ ഉദ്ദേശിക്കണത്. അതാണ് വിഷയം. അവരതുപോലെ തന്നെ ഈ ബിജു ഉടമ്പടി എടുത്തെങ്കിലും തൻ്റെ ജോലിയുമായിട്ട് ഒത്തുപോകാത്ത കാരണം ഇത്തിരി ഉഴപ്പായിരുന്നു. അത് ഉഴപ്പാണെന്ന് ബിജുവിന് അറിയാമായിരുന്നു, ഉടമ്പടി ഉഴപ്പിയാണ് പോണതെന്ന്. അപ്പോൾ ബിജു ഈ കൈ ചെവിയും പൊത്തി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് എന്നുവെച്ചാൽ മാതാവിനോട് പറഞ്ഞ്, എനിക്ക് പണി തന്നല്ലേ എന്ന് ചോദിച്ചു. കാര്യം പുള്ളിക്കറിയാം പുള്ളി ഉടമ്പടി ഉഴപ്പിയ ആളാണെന്ന്. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കേൾവി തിരിച്ചു വന്ന് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ, ചികിത്സയില്ലാതെ അമ്മ കേൾവി തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പ്രൊഫഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുംഭവരട്ടിയിൽ മലവെള്ളം പൊങ്ങി ഒത്തിരി പേര്, ടൂറിസ്റ്റുകൾ ഒത്തിരി ഒഴുകിപ്പോയി. ചിലരെ കാണാനില്ലാതെ ഭയങ്കര ദുരന്തം സംഭവിച്ചു. അപ്പോൾ ഇവിടെ വയർലെസ്സിൽ അത് കിട്ടി. ഇയാൾ അവിടുന്ന് ആ സ്ഥലത്തേക്ക് റഷ് ചെയ്ത് എത്തിയപ്പോൾ ആൾക്കാരെ കാണാനില്ല. കുറേ പേര് ഭയങ്കര നിലവിളിയും ബഹളമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇയാൾ നല്ല ഒഴുക്കുണ്ട്, മലവെള്ളം മുകളിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മലവെള്ളം നിൽക്കണ അവസ്ഥയുമില്ല. അപ്പം ബിജു രണ്ടും കൽപ്പിച്ച് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞ്, ഇറങ്ങല്ലേ, നീയും മരിച്ചു പോകും. കാര്യം അതിൻ്റെ അവസ്ഥ അതാണ്. ആ മലവെള്ളത്തിൻ്റെ കണ്ട പേടി തോന്നുന്നു, അതിൻ്റെ ഒഴുപ്പ് കഴുക്ക് കണ്ട. അപ്പോൾ ബിജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എൻ്റെ കഴുത്തെ ഉടമ്പടി കാശുണ്ട്, ഞാൻ ഉടമ്പടി എടുത്ത ആളാണെന്നാണ്. അതാണ് വിഷയം. നമ്മൾ ഈ കാശുരൂപൊക്കെ ഇങ്ങനെ ആഘോഷമായിട്ട് കെട്ടിയിട്ടുണ്ടെന്നെങ്കിലും അതിൻ്റെ പവർ പല ആൾക്കാർക്കും അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ ആഡംബരത്തിന് കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന് എന്തിനാണ് നിങ്ങൾക്ക് ഈ ഉടമ്പടി കാശുരം തരണത്? നിങ്ങൾക്കറിയാം, അത് 10-20 പ്രാവശ്യം വെഞ്ചരിച്ചാണ് തന്നിരിക്കണത്. ഇപ്പോൾ ഉടമ്പടി കാശുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോലും എടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി അതിനേക്കാൾ ഇരട്ടി കാശ് മുടക്കിയാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഏക തെളിവും ആ പ്രമാണമാണ്. ആ സംഭവം അത് കൈമാറാൻ പറ്റത്തില്ല. എനിക്ക് ദേഷ്യം വരും. അതായത് ഒരു ആകാശഭൂമി അറിയാൻ പാടില്ലാത്ത ചേടുത്തിമാരൊക്കെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഈ കാശിനെ കൊണ്ട് മകക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാണ്ടാമൃഗത്തിനും അറിയത്തില്ല, ഈ കാണ്ടാമൃഗത്തിനും അറിയത്തില്ല ഉടമ്പടി എന്താണെന്ന്. ഇതൊന്നും കൈമാറാൻ ചെയ്യാൻ പറ്റുന്നതല്ല ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ഉടമ്പടി എടുത്തതിൻ്റെ പ്രമാണമാണത്. അത് കാണുമ്പോൾ നീ
ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വരണം. ഞാനും ദൈവവും തമ്മിൽ ഉടമ്പടിയാണെന്ന്. ബിജുവിനാവും ഉടമ്പടിയുണ്ട്. മരണം മുമ്പ് നിൽക്കുക പറയും, ഇല്ല, ഞാനും ദൈവവും തമ്മിൽ ഉടമ്പടിയിലാണ്. എനിക്കിവരെ രക്ഷിക്കാൻ ദൈവം എന്നെ സഹായിക്കും. അപ്പോൾ ഒരു 2.5 മണിക്കൂർ കൊണ്ടാണെങ്കിലും ശരി, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും പോകാതെ ഇവൻ അവരെല്ലാത്തിനെയും തോളത്ത് വെച്ച് കഴുത്തൊപ്പം വെള്ളത്തിൽ നീന്തിപ്പോന്ന്. അപ്പം അതൊരു മനസ്സാണ്. എന്താ കാര്യം? ഉടമ്പടി, ഞാൻ ഉടമ്പടിയിലാണ് എന്ന് പറയുന്നൊരു മനസ്സ്. അത് ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അയ്യോ ഞാൻ ഉടമ്പടിയിലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയിലല്ല. നിങ്ങളെ മനസ്സിലായില്ലേ? ബിജുവാണ് കറക്റ്റ്. ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഉടമ്പടിയിലാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാര്യം? ഉടമ്പടി എടുത്തതിൻ്റെ ഏക ഒഫീഷ്യലായിട്ട് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി കാശ് രൂപമാണ്. അത് ഉപയോഗിച്ചാൽ തീരത്ത്. ബാക്കിയെല്ലാം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഉപയോഗിച്ചാൽ തീരും. കാശ് രൂപ നഷ്ടപ്പെട്ടാൽ പിന്നെ കൃപാസനത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ കാശ് കൊടുക്കാതെ കിട്ടണ ഒരേ സാധനമുള്ളൂ. എന്താ കാര്യം? കാശ് കൊടുക്കാൻ വേണ്ടി മാത്രം, കാശ് കൊണ്ട് എണ്ണാൻ മാത്രം അതിനേക്കാൾ വലുതാണ് ഉടമ്പടി കാശ് രൂപ. അതുകൊണ്ടാണ് ഞങ്ങൾ പൈസക്ക് തിരിച്ച്, ഉടമ്പടി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തിരിച്ച് ഉടമ്പടി കാശ് രൂപ പൈസ വാങ്ങിക്കാതെ തരണതിൻ്റെ കാരണം എന്താ? നമുക്ക് അതിൻ്റെ പൈസ എണ്ണാൻ പറ്റത്തില്ല ഇത്രയെന്ന്. അത്രയും അമൂല്യമാണ് ആ സംഭവം. ആ ഒരു ബോധം ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടാകണം. പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഈ ഉടമ്പടി കാശ് രൂപത്തെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട്, ആ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് നമ്മൾ എംപവർ ആകണതും ഉടമ്പടി കാശ് രൂപത്തെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി ഒരു എല്ലാ മേഖലകളിലും വിശ്വാസം പ്രഖ്യാപിക്കുകയും പ്രയോഗിക്കുകയും വിശ്വാസം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടുള്ള ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കണം. അപ്പം അതൊരു ടോട്ടലി ന്യൂ ലൈഫാണ് ശരിക്കും. അതുപോലെയുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ എല്ലാം വിശ്വാസ സംബന്ധമായ. ചില ആൾക്കാർക്ക് പറ്റുന്നൊരു അബദ്ധം, ചിലർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിന് വേണ്ടി മാത്രം ഉടമ്പടി എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങളില്ലാത്തതിൻ്റെ പല പ്രശ്നം ഉണ്ടായി, അതിന് ഉടമ്പടി എടുത്തു. പക്ഷെ അതും നിങ്ങൾ ആ ഉടമ്പടി അനുസരിച്ചാണ് നിങ്ങളെ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ 24 മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകും. നിങ്ങൾ ഉടമ്പടി എന്താണ് പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതുവരെക്കും ഉടമ്പടി എടുത്തിട്ട് 3 കൊല്ലം ആയെങ്കിലും ഉടമ്പടി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് ആ ഒരു പ്രശ്നം. നിങ്ങൾ ഉടമ്പടി എടുത്ത ആളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായ അവകാശവാദം മാത്രമാണ്. നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവം അംഗീകരിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോളി, ഇതെൻ്റെ ഹസ്ബൻഡ് സജി. ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. പെരിന്തൽമണ്ണ ഫൊറോന അൽഫോൺസ ഫൊറോനയുടെ അംഗമാണ്. ഞാൻ 2019 മാർച്ച് 5 ആദ്യമായി ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഈ പരിശുദ്ധമായ ആൾത്താരയിൽ എനിക്കിതെൻ്റെ 8ാമത്തെ സാക്ഷ്യമാണ്. അതിനെന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ 19ാമത്തെ പുതുക്കലാണിത്. എൻ്റെ 18ാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് കിട്ടിയ 4 അനുഗ്രഹങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്.
അതിലാദ്യമായി എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിന് ഒരു കേസ് ഉണ്ടായിരുന്നു. അത് 20 വർഷമായിട്ടുള്ള കേസായിരുന്നു. 2005 എൻ്റെ ഹസ്ബൻഡ് ടീച്ചറാണ്. അതിൻ്റെ സർവീസ് സംബന്ധമായ ഒരു കേസായിരുന്നു, വിജിലൻസ് കേസായിരുന്നു. അത് കോഴിക്കോട് വിജിലൻസിലായിരുന്നു അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരുന്നത്. അത് അവിടെ നടക്കും, പിന്നെ അങ്ങോട്ട് മാറ്റും. പിന്നെ അതിന് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പം അത് ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അത് പറഞ്ഞു, ഇത് ഹൈക്കോടതിയിലുള്ള കേസല്ല, കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ തീർപ്പാക്കേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എങ്കിൽ ഞാനിവിടെ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തിരുന്നു. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടില്ല. എൻ്റെ ഉടമ്പടി പത്രവുമായി ഹസ്ബൻഡ് അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഉടമ്പടിയിൽ കൂടുതൽ ഒന്നുകൂടെ ഉത്സാഹത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് നമുക്ക് അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഓരോന്നും ഞങ്ങൾ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ ഇരിക്കെ ആ കേസ് എറണാകുളത്ത് നിന്ന് പിന്നെയും അത് കോഴിക്കോട്ടേക്ക് മാറ്റി. അപ്പോൾ ആ ഫയലെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കിട്ടി. ആ ഹസ്ബൻഡ് ഫയലുമായി വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ ഫയലിൽ തേക്കുകയും ഉടമ്പടി ഉപ്പ് ആ ബാഗിൽ ഇടുകയും ചെയ്തു. അതിനുശേഷം വക്കീലിനെ കൊണ്ടു കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വക്കീലിനെ നമുക്ക് മാറാം, ഈ വക്കീൽ ഇതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കസിൻ ഒരു വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞതനുസരിച്ച് വേറൊരു വക്കീലിനെ ഞങ്ങളത് കൊടുക്കുകയും ആ വക്കീൽ ഒരു 2 മാസമായി എടുത്തിട്ടുള്ളൂ ആ കേസ്. അതിനുശേഷം അച്ഛൻ്റെ ഇവിടെ യൂട്യൂബ് ധ്യാനമുണ്ടായിരുന്നു. ഞാൻ എല്ലാ യൂട്യൂബ് ധ്യാനങ്ങളും ലൈവായി കൂടുന്ന ഒരാളാണ്. ആ ധ്യാനത്തിൽ 16/9/2025 അച്ഛൻ ആ ധ്യാനത്തിൽ പറഞ്ഞു, 17 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകുമെന്ന്. ഞാനും അതുപോലെ തന്നെ മാതാവിനോട് പറഞ്ഞു, അമ്മേ സെപ്റ്റംബർ 30 മുമ്പായിട്ട് ഈ കേസിന് ഒരു തീരുമാനം അമ്മയാക്കി തരണം ഈശോട് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല സഹായിക്കാൻ എന്ന് പറഞ്ഞു. ആ സെപ്റ്റംബറിലായി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെപ്റ്റംബറിൽ 28 ആ കേസ് മാറ്റിവെച്ചു. അത് ഒക്ടോബറിലായിരുന്നു നടക്കേണ്ടത്. ഒക്ടോബറാണ് ഗാന്ധി ജയന്തി, അങ്ങനെ വന്നിട്ട് പിന്നെ നീണ്ടുപോകും. അപ്പം സെപ്റ്റംബർ 28 തന്നെയെന്ന് ജഡ്ജി പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേസിന് വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ സാക്ഷികളെ വേണം. എൻ്റെ ഹസ്ബൻഡ് 2ാം പ്രതിയും അതിൽ അന്നത്തെ HM 1ാം പ്രതിയുമായിരുന്നു. HMന് സാക്ഷികളായിട്ട് ഹസ്ബൻഡും മരുമകനും ഉണ്ടായിരുന്നു ജാമ്യക്കാരായിട്ട്. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യക്കാരായിട്ട് ആരെയും കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ ബ്രദേഴ്സൊന്നും ഇവിടെ ഉള്ളതല്ല, അവർ വിദേശത്താണ്. പിന്നെ ചോദിച്ചിട്ട് ആരെയും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ വലത് ഭാഗത്തും പരിശുദ്ധ അമ്മയെ ഇടത് ഭാഗത്തും നിർത്തിക്കൊണ്ട് പോക്കോ, അവർ സാക്ഷികളായി നിന്നോളൂ എന്ന് പറഞ്ഞു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ ബുധനാഴ്ചയാണ്. കാരണം ഞാൻ ബുധനാഴ്ചയാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ ഉപവാസത്തിലായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഉച്ചയായപ്പോഴും ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല എന്ന്. 4 മണിയായപ്പോഴും ജഡ്ജി വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പേടിയായി. കാരണം ശനി എന്താണ് ആ ജഡ്ജി എന്ന് പറയുന്ന നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇണ വീഴുകയില്ലാത്ത ഒരാളാണ്. അതിനുശേഷം നിയമം അനുസരിച്ച് മാത്രമേ എന്തും ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതായി. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനാണ് ജാമ്യക്കാരും ഇല്ല. പക്ഷേ 4:30 ആയപ്പോഴേക്കും ജഡ്ജി ചേംബറിൽ വന്നിരുന്നു ഉടനെ തന്നെ ജഡ്ജി പറഞ്ഞു, 2 പേരെയും കുറ്റവിമുക്തമാക്കിയിരിക്കുന്നു എന്ന്. അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മ അവിടെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ കേസിൽ അന്ന് ഞങ്ങളുടെ കേസിന് വെറുതെ വിടാൻ കാരണമായത്. അല്ലെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയാൽ ആ 20 വർഷം ഞങ്ങൾക്ക് പോയതുപോലെ ഇനിയും കുറേ വർഷങ്ങൾ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സത്യമാൻ തന്നെയാണ്. നമ്മൾ എത്രയും നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കേൾക്കും, ഈശോയോട് പറയും, നമുക്കത് വാങ്ങിച്ചു തരും. അതുപോലെ തന്നെ റോമ 3:4 വിചാരണയിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള ആ വചനവും എനിക്ക് പറഞ്ഞു തന്നു. ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനത് വചനം എടുത്ത് വായിക്കും, അത് നമുക്ക് നടത്തി തരുകയും ചെയ്യും. അങ്ങനെ ആ കേസിൽ നിന്നും ഞങ്ങളെ കുറ്റവിമുക്തമാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.
എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് എൻ്റെ മോള് ലണ്ടനിലാണ്. ഞാൻ മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. 35 ലക്ഷം രൂപ വേണം അവളുടെ ഫീസായിട്ട് അടയ്ക്കാൻ. 27 ലക്ഷം രൂപയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 8 ലക്ഷം രൂപ ഉണ്ടാകണം ജനുവരി 31-നുള്ളിൽ. ജനുവരി 27-ാം തീയതി വരെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് പലരോടും ചോദിച്ചു. ഹസ്ബൻഡിന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചിട്ട് അതും കിട്ടിയില്ല. ഒരു ദിവസമേ പിന്നെ ഉള്ളൂ. 28-ാം തീയതി ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയല്ലേ, അതുപോലെ ഫിലിപ്പി 4:19, 20, 21 ആ വചനങ്ങൾ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ വചനങ്ങളുമാണ് ഞാൻ അതിനുവേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ജപമാല ചൊല്ലും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം 28-ാം തീയതിയാണ് ഞങ്ങൾക്ക് ആ 8 ലക്ഷം രൂപയും കിട്ടിയത്. ആ 8 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയത് പലരുമായി ഞങ്ങൾ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോളുടെ കൂടെ പോയ ടീച്ചർ പൈസ തികഞ്ഞില്ലെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് പറഞ്ഞപ്പം അതും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് മോളുടെ ഫീസെല്ലാം 8 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതും എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും സഹായിച്ചുകൊണ്ട് മാത്രമാണ്. അല്ല ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് ഒരു ടീച്ചറിന് എനിക്ക് കുറച്ച് ഗോൾഡ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് അവർ നിർബന്ധമായിട്ടും എൻ്റെ മോൾക്ക് വേണ്ടി തന്നാണ്. നിർബന്ധമായിട്ടും എനിക്ക് അന്ന് തന്നെ കിട്ടണം, അതിന് മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ എങ്ങനെ ഞാൻ 3-3.5 ലക്ഷം രൂപയോളം ഉണ്ടാക്കണം, എങ്ങനെ ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ എന്നെ ഈശോയോട് പറഞ്ഞ് എനിക്കതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ 21 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു. 15-ാമത്തെ ദിവസം എനിക്കൊരു പേര് പറഞ്ഞു തന്നു, ഇന്ന ആളോട് ചോദിക്കാൻ. ആ പേര് ഉള്ള ആൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇന്ന ആളോട് ചോദിച്ചാലോ എന്ന്. അവരോട് പിറ്റേ ദിവസം തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കുറച്ച് ഫണ്ടുണ്ട്, അത് ഞാൻ FD ഇട്ടേക്കുവാണ്, പിന്നെ കുറച്ച് ഗോൾഡുണ്ട്, അത് തരാമെന്ന്. അങ്ങനെ തന്ന് അതും എന്നെ ഈശോയും അമ്മയും സഹായിച്ച് അതേ നാണക്കേടിൽ നിന്നും എന്നെ രക്ഷിച്ചു. പിന്നീട് ഞങ്ങളുടെ ഒരു കാറുണ്ടായിരുന്നു. ആ കാറ് ഞങ്ങൾക്ക് പ്ലഡ്ജിന് വെച്ചിരിക്കുകയായിരുന്നു. അതെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നും അമ്മയോട് പറയും, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. അപ്പോൾ പള്ളിയിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കാറ് വേണം. അതിനുവേണ്ടി മാത്രമാണ്, വേറെ എവിടെ പോകാനും എനിക്ക് കാറില്ലെങ്കിലും കുഴപ്പമില്ല. പള്ളിയിൽ പോകാൻ രാവിലെയാണ് സമയം, അല്ലെങ്കിൽ വൈകും, ഞങ്ങൾക്ക് പള്ളിയിലെത്താൻ കഴിയില്ല. അപ്പോൾ അതും പ്രാർത്ഥിച്ച് അതും എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ നമ്മുടെ കഴിവോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാം. അങ്ങനെ ഓരോ വചനങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവൾ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അങ്ങനെ 1 പത്രോസ് 5:6 ഈ വചനമെല്ലാം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചെല്ലുന്നതിന് എനിക്കൊരു മടിയുമില്ല, എത്ര വേണേലും ജപമാല ചെല്ലും. പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ 4-5 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. ആ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയെന്നാൽ ഞാൻ ജപമാല ചൊല്ലും, ഞാൻ അത് വായിക്കും. പിന്നീട് ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ ഓരോ പത്രത്തിലും തേക്കും. ഞാൻ പറഞ്ഞു, അമ്മ ഈശോയെ, ഇതറിയുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായി മാറ്റണേ. ആരെങ്കിലും ഒരാളെങ്കിലും ഇതിൽ ഈശോയെ അറിയാൻ ആഴപ്പെടുത്താനും ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനൊരു സാക്ഷിയാകുമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നീട് ഞാൻ നേർന്നായിരുന്നു കേസിൽ വിജയിച്ച എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന്. ഹസ്ബൻഡ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തു, ഇപ്പോൾ ഉടമ്പടി പുതുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാന മുടക്കാറില്ല. 2 ആഴ്ചയുള്ള കുമ്പസാരം അത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന അത് ഇതുവരെയും മുടങ്ങിയിട്ടില്ല. പിന്നെ ഈശോയോടുള്ള സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകൾ ഏത് നേരവും ഈശോയോട് തന്നെയാണ്, മാതാവിനോടും ഈശോയോടുമാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഞാനൊരു ബ്യൂട്ടി തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ചിലർ പറയും, മാഡത്തിൻ്റെ സ്റ്റാറ്റസ് കണ്ടിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അത് പറയും. പിന്നെ വരുന്നവരോടൊക്കെ ഞാൻ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും. പിന്നെ മാതാവിൻ്റെ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ 100 കോപ്പി, അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയതും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉള്ള 100 കോപ്പി അച്ചടിച്ച് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തു. പിന്നെയായിട്ട് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഓൾഡ് ഏജ് ഹോമുകളിൽ പോകും, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അവരോട് കുറച്ച് സംസാരിക്കും.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ അവർക്ക് ചെയ്യും. ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെന്നാൽ ഇപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യും. പിന്നെ ആത്മീയമായിട്ടും ഒരുപാട് വളർന്നു. പിന്നെ കുറച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും നമുക്ക് എളിമയോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നും നമ്മുടെ കഴിവല്ല, ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ദാനം എന്ന് എപ്പോഴുള്ള ആ ഒരു ചിന്ത എന്നതിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഏത് നേരവും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണേ എന്നാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം എഴുതുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ മാസത്തിലൊരിക്കൽ എല്ലാവരും കൂടിയിട്ട് കുറച്ച് പേരുണ്ട്, അത് കൂടിയിട്ട് ജപമാല ചെല്ലാറുണ്ട്. അങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന ഇനിയുമുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ 7 വർഷമായി ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുന്നു. ഒരു ദിവസം പോലും എനിക്ക് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ മുടക്കാറില്ല ഞാൻ. അതുപോലെ ദിവ്യബലി പങ്കാളിത്തം, പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ യൂട്യൂബിലുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ഇതൊക്കെ എനിക്ക് അന്നേരം തന്നെ കാണണം. അതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് തന്നെ. ഈ ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ തുടരണം എന്ന് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ ഒന്ന് നന്ദി പറയാനായിട്ട്. ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. 12/11/25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ആത്മീയമായി പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ഉയരുവാനും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത്. എൻ്റെ പേര് ജോഷി. ഞാൻ കേരള പോലീസിൽ സൈബർ ഡിവിഷനിൽ പാലക്കാട് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഇരിഞ്ഞാലക്കുട രൂപതാംഗം. എൻ്റെ ഭാര്യയും 3 മക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് മൂത്തത് 2 മക്കൾക്ക് ശേഷം മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ യൂട്യൂബിൽ ഇവിടെ കേട്ടിരുന്നു കൃപാസനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഓഗസ്റ്റ് 2023 ഓഗസ്റ്റിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. ഞാൻ സെപ്റ്റംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പ്രഗ്നൻസിയിലെ 3-ാമത്തെ മാസം തൊട്ട് വൈഫിന് ഷുഗർ ആരംഭിച്ചു. ഷുഗറിന് ഗുളിക കഴിച്ച് കൺട്രോളായി തുടങ്ങി. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ചിന് വയറ്റിലും ലിവറിലും വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 4D സ്കാനിങ്ങിന് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് ഞാനത് ഏകദേശം ഡിസംബർ മാസമായിരുന്നു. ഡിസംബറിൽ ഞാൻ ശബരിമല ഡ്യൂട്ടിയിലാണ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ഞങ്ങൾ 4D സ്കാനിങ്ങിന് പോയി. 4D സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് തെളിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു, കൊച്ചിന് ചിലപ്പോൾ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാവിൻ്റെ ബ്ലഡ് ടെസ്റ്റിന് അയച്ചു. അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങളെ വേർതിരിച്ച് അതിലെന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ടോ എന്നറിയാനായിട്ട് 25,000 രൂപയുടെ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അവരവിടെ തൃശ്ശൂർ അമ്പാടി സ്കാനിങ് സെൻറ്ററിൽ അവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്തത്. അതവിടെ നിന്ന് അവർ ബോംബെക്ക് അയച്ചു. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ, അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കേണ്ടതാണ്, ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങളിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 7-ാം മാസത്തിലെ സ്കാനിങ് വന്നു. 7-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഗർഭപാത്രത്തിൻ്റെ മുഖം ഡെലിവറി ആകാറായതുപോലെ ഡോക്ടർ പറഞ്ഞത്, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഏകദേശം 4 സെൻറ്റിമീറ്ററോളം ഗർഭപാത്രം തുറന്നിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഏകദേശം എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് പുറത്തു വരാവുന്ന ഒരു ഇതിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ഞിന് ശ്വാസകോശത്തിന് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഇഞ്ചക്ഷൻ, പിന്നെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തു. വേദന വരാതിരിക്കാനുള്ള ട്രിപ്പ് കൊടുത്തു. ഞങ്ങളെന്നാലും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ
വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളത് മുന്നോട്ട് പോയി. അതിനുശേഷം ഏകദേശം 9-ാം മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ ഗർഭാശയമുഖം അടഞ്ഞു തുടങ്ങിയതായിട്ട് കണ്ടു. 1 മാസം കൂടി കഴിഞ്ഞപ്പോൾ സാധാരണ പ്രഗ്നൻസിയുടേതുപോലെയായി. അതിനുശേഷം വീണ്ടും അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായി, ലിവറിൽ പ്രോബ്ലം. അത് ഗുളിക കഴിച്ച് നിയന്ത്രണത്തിലായി. ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം മാതാവിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് മാതാവാണ് നൽകുന്നതെങ്കിൽ എനിക്കൊരു സാക്ഷ്യം, ഒരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്. അങ്ങനെ സാധാരണ ഏപ്രിൽ മാസത്തിൽ നോർമൽ പ്രസവത്തിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ നൽകി. ദൈവം അനുഗ്രഹിച്ചു. ആ പെൺകുഞ്ഞിനെ അന്ന് ഞാൻ കയ്യിലെടുത്തപ്പോൾ അവൾ എന്നെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവളുടെ കണ്ണുകളിൽ ഒരു നീല നിറം പോലെയാണ് തോന്നിയത്. എനിക്ക് മാതാവിൻ്റെ നിറം പോലെയാണ്. അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ തന്ന അടയാളം എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിലാർക്കും ഇങ്ങനത്തെ ഒരു കണ്ണില്ല. നീ തന്ന അടയാളമാണെന്ന് ഞങ്ങൾക്കത് മനസ്സിലായി. മാതാവിന് 1000 നന്ദി. കൂടാതെ എൻ്റെ 2ാമത്തെ മകന് അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട്, ആസ്മ അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട്. ഈ അലർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയുമ്പോൾ ഏകദേശം പുലർച്ചെ 1 മണി 2 മണി അല്ലെങ്കിൽ 3 മണിക്കൊക്കെ ആയിരിക്കും നിർത്താതെ ചുമ പ്രശ്നങ്ങൾ ആരംഭിക്കുക. ഇത് കുറേ നാളായി ഞങ്ങൾ പല ഡോക്ടറെ കണ്ടു, കുറവുണ്ടായിരുന്നില്ല. അത് ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ചില ഭക്ഷണങ്ങളുടെ ആണ്, ചില പൊടികളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയങ്ങളുണ്ടാവുമ്പോൾ ഇങ്ങനെ ചുമ പുലർച്ചെ 1 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ഉപ്പും തേനും ചാലിച്ച് കൊടുക്കും. അങ്ങനെ കുറച്ച് നാൾ കൊടുത്തു. ഇപ്പോൾ തീർത്തും അതും മാറിയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് പ്രശ്നം കഴിഞ്ഞാലും പുലർച്ചെയുള്ള നിർത്താതെയുള്ള ചുമ, അസ്വസ്ഥതകൾ എല്ലാം മാറിയിരിക്കുന്നു. ഇതെല്ലാം മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ എൻ്റെ ഏകദേശം മാസത്തിൽ 12 കെട്ട് പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ എൻ്റെ ഡിഗ്നിറ്റി ഒന്നും നോക്കാറില്ല. എല്ലാ ഓട്ടോറിക്ഷപ്പേട്ടകളിൽ കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുക്കാറുണ്ട്. പലരും അത് സ്വീകരിക്കാറുണ്ട്, പലരും ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. എന്നാലും ഞാനത് സന്തോഷത്തോടു കൂടി ഏകദേശം 12 കെട്ട് പത്രത്തോളം ഞാൻ ഓരോ മാസം കൊണ്ടു കൊടുക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ബൈബിൾ വായന മുടക്കാറില്ല. ജോലി സംബന്ധമായി ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഞായറാഴ്ചകളിലും സാധിക്കാവുന്ന ദിവസങ്ങളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഈശോയ്ക്കും ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്കിവിടെ അവസരം തന്ന ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി.